ഇനി പഠിക്കാനുള്ളത് കുറച്ച് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ സ്ട്രക്ചേഴ്സും ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ 3 കുറിച്ച് പഠിക്കാനുണ്ട്. സിന്തറ്റിക് റബ്ബർ, സിന്തറ്റിക് ഫൈബേഴ്സ്, അതുപോലെ പ്ലാസ്റ്റിക്സും അവരെ കുറിച്ച് അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് സിന്തറ്റിക് റബ്ബർ. സിന്തറ്റിക് റബ്ബർ എന്ന് പറഞ്ഞാൽ അവരെന്താണ്, ഒരു ടൈപ്പ് ഓഫ് സിന്തറ്റിക് ആയിട്ട് വരുന്ന പോളിമേഴ്സാണ്. അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തിനോട് റിലേറ്റഡ് ആയിരിക്കും? റബ്ബറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് അവർ കാണിക്കുക. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിന്തറ്റിക് റബ്ബർ എന്ന് വിളിക്കുന്നത്. ഇനി ഇവർ ഏത് ക്ലാസ്സിലാണ് വരിക? മെയിൻലി അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ബ്യൂട്ട ഡൈൻസ് ആണ്. അതായത് ബ്യൂട്ട 1,3 ഡൈൻസ് ആണ് നമുക്കതിലെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 കാർബൺസ്, 1,3 പൊസിഷൻ, വൺ പൊസിഷനിലും ഡബിൾ ബോണ്ട്, അതുപോലെ 1, 2, 3 തേർഡ് പൊസിഷനിൽ കാർബണിലും എന്താണ്? ഡബിൾ ബോണ്ട്. അതാണ് ബ്യൂട്ട 1,3 ഡൈൻ. ബ്യൂട്ട 1,3 ഡൈനാണ് നമുക്ക് എപ്പോഴും എന്തിൽ കാണാൻ പറ്റുന്നത്? സിന്തറ്റിക് റബ്ബേഴ്സ്. ഒന്നില്ലേ ബ്യൂട്ട 1,3 ഡൈൻ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ട 1,3 ഡൈൻ്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം വേറെ വല്ല ഗ്രൂപ്പ്സും വരിക. ഇനി അവരുടെ ഡെറിവേറ്റീവ്സോ അല്ലെങ്കിൽ ബ്യൂട്ട 1,3 ഡൈൻ ഒന്നല്ലേ എന്ത് നടക്കണം? ഹോമോ പോളിമറൈസേഷൻ, അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? കോ പോളിമറൈസേഷൻ. ഹോമോ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മോണോമർ യൂണിറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അവരുടെ ഇടയിലാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. കോ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ മോണോമർ യൂണിറ്റ്സ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോമർ യൂണിറ്റ്സ് ആയിരിക്കും. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്യൂട്ട 1,3 ഡൈനോ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവോ. പിന്നെ മറ്റേ യൂണിറ്റ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, അവരുടെ ഇടയിലാണ് പോളിമറൈസേഷൻ നടക്കണമെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ പോളിമറൈസേഷൻ. ഹോമോ പോളിമറൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മോണോമേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ബ്യൂട്ട 1,3 ഡൈൻ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മോണോമേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ബ്യൂട്ട 1,3 ഡൈൻ്റെ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. അതാണ് ഹോമോ പോളിമറൈസേഷനും കോ പോളിമറൈസേഷനും. അതുപോലെ നമ്മുടെ ഈ സിന്തറ്റിക് റബ്ബറിനെ നമ്മൾ ഏത് നെയിമിലും വിളിക്കുന്നുണ്ട്? ബ്യൂണ റബ്ബേഴ്സ് എന്നുള്ള നെയിമിലും നമ്മൾ വിളിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്യൂട്ടാഡൈനെ പോളിമറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്? സോഡിയം ഇനീഷ്യേറ്ററിൻ്റെ പ്രസൻസിൽ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ നെയിം വന്നിട്ടുള്ളത്. ഇനി എക്സാമ്പിൾസ്, ഇതിന് സിന്തറ്റിക് റബ്ബറിൽ നമുക്ക് മെയിൻലി 3 എക്സാമ്പിൾസാണ് പഠിക്കാനുള്ളത്. ബ്യൂണ എസും ബ്യൂണ എന്നും അതുപോലെ നിയോപ്രീൻ. ഫസ്റ്റ് വണ്ണാണ് ബ്യൂണ എസ്. ബ്യൂണ എസിനെ നമുക്ക് എന്തും വിളിക്കാം? സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ, SBR എന്നുള്ള നെയിമിൽ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ബ്യൂണ എസ് എന്തെന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്? ബ്യൂട്ട 1,3 ഡൈൻ്റെയും സ്റ്റൈറീൻ്റെയും ഇടയിൽ റിയാക്ഷൻ നടന്നിട്ടാണ്, അല്ലെങ്കിൽ പോളിമറൈസേഷൻ നടന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ബ്യൂണ എസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 മോണോമേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? കോ പോളിമറൈസേഷൻ പറയാൻ പറ്റും. അപ്പോൾ കോ പോളിമറൈസേഷൻ ഓഫ് ബ്യൂട്ട 1,3 ഡൈനും അതുപോലെ സ്റ്റൈറീനും എന്തിൻ്റെ പ്രസൻസിൽ? ഇനീഷ്യേറ്റർ ലൈക്ക് സോഡിയം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതും യൂസ് ചെയ്യാൻ പറ്റും? റിഡോക്സ് ഇനീഷ്യേറ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? H2O2, FeSO4 എന്ന് പറഞ്ഞാൽ റിഡോക്സ് ഇനീഷ്യേറ്റേഴ്സിൻ്റെ പ്രസൻസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്യൂണ എസ് കിട്ടുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് ബോണ്ട്? നമ്മൾ റെസൊണൻസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഡബിൾ ബോണ്ട് ഈ 2 കാർബണിൻ്റെ ഇടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റാണ് കിട്ടുക. സ്റ്റൈറീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസീൻ റിങ്ങിൽ CH ഡബിൾ ബോണ്ട് CH2 ആണ് സ്റ്റൈറീൻ. അപ്പോൾ സ്റ്റൈറീനും ബ്യൂട്ട 1,3 ഡൈനും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്യൂണ എസ് എന്ന് പറയുന്ന ഒരു പോളിമർ കിട്ടുന്നത്. ഇനി നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിൽ ഒരിക്കലും 1:1, അതായത് ഒരു ബ്യൂട്ട 1,3 ഡൈനും ഒരു സ്റ്റൈറീനും എടുത്തിട്ടല്ല നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? 3:1 പ്രൊപ്പോർഷനിലാണ് ചെയ്യുക. അതായത് 3 ബ്യൂട്ട 1,3 ഡൈനും അതുപോലെ 1 സ്റ്റൈറീനും തമ്മിലാണ് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ബ്യൂണ എസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്യൂണ എസിനെ നമുക്ക് അതിൽ വൾക്കനൈസ് ചെയ്ത് ക്രോസ് ലിങ്കേജസ് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ്? സൾഫർ യൂസ് ചെയ്തിട്ടാണ് നമ്മളതിൽ വൾക്കനൈസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ നാച്ചുറൽ റബ്ബറിനേറ്റ് ഹൈലി ബ്ലെൻഡ് ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് നാച്ചുറൽ റബ്ബറിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? ബ്യൂണ എസ് യൂസ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ റബ്ബറിനേക്കാളും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നതും ഏത് തന്നെയാണ്? ബ്യൂണ എസ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഹൈ
മെക്കാനിക്കൽ സ്ട്രെങ്ത് അതുപോലെ വിയർ ആൻഡ് ടിയറിനൊക്കെ റെസിസ്റ്റൻ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് നാച്ചുറൽ റബ്ബറിനേക്കാളും സുപ്പീരിയർ ആയിട്ട് ബ്യൂണ എസ് നിൽക്കുന്നത്. ടയർ ഇൻഡസ്ട്രീസിലും അതുപോലെ ഷൂ കമ്പണൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റിംഗ് വയേഴ്സ്, കേബിൾസ്, അഡീസീവ് ആൻഡ് ലൈനിങ് ഓഫ് വെസൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ബ്യൂണ എസ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് എന്ത്, ബ്യൂണ എൻ. അപ്പോൾ ബ്യൂണ എൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോണോമേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ബ്യൂട്ട 1,3 ഡൈനും അതുപോലെ വിനൈൽ സയനൈഡ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സ്റ്റൈറീൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ CH ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു. ബെൻസീൻ റിങ്ങിന് പകരം CN ഗ്രൂപ്പ് വരുന്നതാണ് നമുക്ക് എന്ത്, അക്രൈലോനൈട്രിൽ അല്ലെങ്കിൽ വിനൈൽ സയനൈഡ് ആയിട്ട് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ വിനൈൽ സയനൈഡും ബ്യൂട്ട 1,3 ഡൈനും തമ്മിൽ എന്തിൻ്റെ പ്രസൻസിൽ, സോഡിയത്തിൻ്റെ പ്രസൻസിൽ H2O2ൻ്റെ അല്ലെങ്കിൽ FeSO4ൻ്റെ പ്രസൻസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബ്യൂണ എൻ കിട്ടുന്നത്. ഇവിടെ അതുപോലെയാണ് ഡബിൾ ബോണ്ട് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ബ്യൂണ എൻ നമുക്ക്. അപ്പോൾ ബ്യൂണ എസിൻ്റെ പറഞ്ഞ പോലെ തന്നെ ബ്യൂണ എന്നും നമ്മൾ ഒരിക്കലും 1:1 റിലേഷൻഷിപ്പിലല്ല അവരെ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. നമ്മളെങ്ങനെയാണ് 3:1 പ്രൊപ്പോർഷനിലാണ് നമ്മൾ ബ്യൂണ എന്നും മാനുഫാക്ചർ ചെയ്യുന്നത്. 3% 3 ബ്യൂട്ട 1,3 ഡൈൻ എടുക്കുമ്പോൾ 1 എമൗണ്ടിൽ മാത്രമേ നമ്മൾ ഏതെടുക്കുള്ളൂ, വിനൈൽ സയനൈഡ് എടുക്കുള്ളൂ. അതുവഴിയാണ് നമ്മൾ ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബ്യൂണ എൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്യൂണ എസിൻ്റെ അതുപോലെ തന്നെ ബ്യൂണ എന്നിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൾക്കനൈസ് ചെയ്ത് ക്രോസ് ലിങ്കേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഏത് യൂസ് ചെയ്തിട്ടാണ്, നമ്മൾ സൾഫർ യൂസ് ചെയ്തിട്ടാണ് അതിനെ വൾക്കനൈസ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂണ എൻ എന്താണ്, ഗുഡ് റെസിസ്റ്റൻസ് ടു ഓയിൽസും അതുപോലെ സോൾവെൻസിനൊക്കെ എന്താണ്, ഗുഡ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ വെരി ഗുഡ് അബ്രാഷൻ റെസിസ്റ്റൻസ്, വിയർ ആൻഡ് ടിയറിനൊക്കെ ഹൈ എമൗണ്ടിൽ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. നാച്ചുറൽ റബ്ബറിനേക്കാളും അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സുപ്പീരിയർ. ഏത് ആസ്പെക്റ്റിലാണ്, ടുവേർഡ്സ് ഏജിങ്. ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് ടുവേർഡ്സ് ഡീഗ്രേഡ് ചെയ്ത് പോവാതെ നിലനിൽക്കാനുള്ള കഴിവ് ആർക്കാണ് കൂടുതലുള്ളത്, ബ്യൂണ എന്നിനാണ് കൂടുതൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓയിലിനും സോൾവെൻസിനൊക്കെയാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ ബ്യൂണ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക, ഓയിൽ സീൽസ് അല്ലെങ്കിൽ ഓയിൽ റെസിസ്റ്റൻ്റ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ബ്യൂണ എന്ന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഓട്ടോമൊബൈൽസും എയർക്രാഫ്റ്റ് പാർട്സ്, കൺവെയർ ബെൽറ്റ്സും അഡീസീവ്സൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്, ബ്യൂണ എൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിന്തറ്റിക്കിൽ നെക്സ്റ്റ് വരുന്ന എക്സാമ്പിളാണ് എന്ത്, നിയോപ്രീൻ എന്ന് പറയുന്നത്. നിയോപ്രീനെ നമുക്ക് എന്തും പറയാൻ പറ്റും, പോളി ക്ലോറോപ്രീൻ എന്നുള്ള നെയിമിൽ നമുക്ക് നിയോപ്രീനെ വിളിക്കാൻ പറ്റും. ഇനി എന്താണ് അതിലെ മോണോമർ യൂണിറ്റ് എന്ന് പറയുന്നത് ക്ലോറോപ്രീനാണ്. അതായത് നമ്മളെ 1,3 ബ്യൂട്ട ഡൈനിലെ സെക്കൻഡ് കാർബണിലെ ഹൈഡ്രജന് പകരം ആര് വന്നു, ഒരു ക്ലോറിൻ ആറ്റം വന്നു. അതായത് ബ്യൂട്ട 1,3 ഡൈൻ്റെ ഒരു ഡെറിവേറ്റീവാണ് ആര്, ക്ലോറോപ്രീൻ എന്ന് പറയുന്നത്. ഈ ക്ലോറോപ്രീൻ ഓക്സിജൻ്റെ പ്രസൻസിൽ പോളിമറൈസേഷൻ നടന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നിയോപ്രീൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ബോണ്ട് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് രണ്ട് ഭാഗത്തും എന്ത് വരുന്നു, എക്സ്റ്റൻഷൻ വന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നിയോപ്രീൻ കിട്ടുന്നത്. ബ്യൂണ എന്നിനും ബ്യൂണ എസിനെയും പറഞ്ഞു നമ്മൾ വൾക്കനൈസ് ചെയ്യാൻ പറ്റും. ബ്യൂണ എന്നിനും ബ്യൂണ എസിനും നമ്മൾ സൾഫർ യൂസ് ചെയ്തിട്ടാണ് വൾക്കനൈസ് ചെയ്യുന്നത്. പക്ഷേ നിയോപ്രീനിൽ നമ്മൾ ഏത് യൂസ് ചെയ്തിട്ടാണ്, മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ പ്രസൻസിലാണ് നമുക്ക് നിയോപ്രീനെ വൾക്കനൈസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഡിഫറൻസ് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, നിയോപ്രീൻ എന്തിനാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്, ഓയിൽസിനെ കെമിക്കൽസിനൊക്കെ ഹൈലി റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഹീറ്റിൻ്റെയും ലൈറ്റിൻ്റെയും ആക്ഷൻസിനും നിയോപ്രീൻ ഹൈലി റെസിസ്റ്റൻസ് ആണ്. അതുപോലെ അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷനിലും റെസിസ്റ്റൻസ് പവർ ആര് കാണിക്കുന്നുണ്ട്, നിയോപ്രീൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയോപ്രീൻ എന്ത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഹോസസ്, ഷൂ ഹീൽസ്, അതുപോലെ എന്താ ഹൈഡ്രോ കാർബൺസിൻ്റെ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ കൊറോസീവ് കെമിക്കൽസിൻ്റെ കണ്ടെയ്നേഴ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നിയോപ്രീൻ യൂസ് ചെയ്യുന്നത്. വേറെയും കുറച്ച് യൂസസ് പറയുന്നുണ്ട്, കൺവെയർ ബെൽറ്റ്സ്, അഡ്ഹസീവ് ഗ്യാസ്കറ്റ്സ്, പൈപ്സ്, അതുപോലെ എന്താണ് കൊറോസീവ് ഗ്യാസും ഓയിലൊക്കെ ക്യാരി ചെയ്യുന്ന മെറ്റീരിയൽസ് ക്യാരി ചെയ്യുന്ന പൈപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നിയോപ്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.